ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഓണം എക്സാമിൻ്റെ ആൻസർ കീ ഡിസ്കഷനാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ഓണം എക്സാം ഫസ്റ്റ് ടേം എക്സാമിനേഷൻ്റെ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീ. ഇതിൽ നമ്മൾ ആൻസർ കീ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആരും വന്ന് ആൻസർ ഇല്ല എന്നൊന്നും കമൻറ്റ് ചെയ്യരുത്. കംപ്ലീറ്റ് ആൻസേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണിത്. നമുക്ക് നോക്കാം. ആദ്യത്തെ, പുരാതന ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങളായിരുന്നു ഏതൻസും സ്പാർട്ടയും. പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളായ ഏതൻസ്, സ്പാർട്ട എന്നിവയുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ആശയപടം പൂർത്തിയാക്കുക. ഏതൻസിൻ്റെയും സ്പാർട്ടയുടെയും ആൻസർ നോക്കാം. ഏതൻസ് കല, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയ വിദ്യാഭ്യാസം, ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം, ശക്തമായ കപ്പൽപ്പടയും സൈനിക വ്യൂഹവും. സ്പാർട്ട പരമ്പരാഗത മൂല്യങ്ങൾക്ക് പ്രാധാന്യം, സൈനിക പരിശീലനത്തിന് മുൻതൂക്കമുള്ള വിദ്യാഭ്യാസം, ആൺകുട്ടികൾക്ക് 23 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം. ബി ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പുരാതന ഗ്രീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ എ ആണ്. ഒളിമ്പിക്സ് ആരംഭിച്ചത് ഇവിടെയാണ് എന്നുള്ളതാണ് ആൻസർ. ശരി കേട്ടോ, ഗ്രീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആൻസർ എ ആണ് ശരി. അടുത്തത് നമുക്ക് മാച്ച് ദി ഫോളോയിങ് ആണ്. ആദ്യത്തെ പരിണാമഘട്ടവും സവിശേഷതയും തന്നിട്ടുണ്ട്. എയുടെ ആൻസർ പറയാം. എയുടെ ആൻസർ വരുന്നത് ഇതാണ്. ബി ആണ് വരിക. അതായത് 1 ഡി ആണ്, 2 സി ആണ്, 3 ബി, 4 എ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മധ്യശിലായുഗത്തിൽ നിന്ന് നവീന ശിലായുഗത്തിലേക്ക് കടന്നപ്പോൾ മനുഷ്യജീവിതത്തിൽ എന്തെല്ലാം പുരോഗതികളുണ്ടായി? കുറിപ്പ് തയ്യാറാക്കുക. നോക്കാം. കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു, കൃഷി ആരംഭിച്ചു, ചക്രം കണ്ടുപിടിച്ചു, മൺപാത്ര നിർമ്മാണം ആരംഭിച്ചു. നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എയും ബിയും ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാകും. ഞാനിവിടെ 2 എണ്ണത്തിൻ്റെ ആൻസറും പറയുന്നുണ്ട്. 3A, വെങ്കല യുഗത്തിൽ നദികൾ കേന്ദ്രീകരിച്ച് സംസ്കാരങ്ങൾ രൂപപ്പെട്ടു. അതിൽ എയിൽ താഴെ പറയുന്ന പ്രസ്താവനകൾ ശരി അല്ലാത്തത് ഏത് എന്നാണ്. ആൻസർ വരുന്നത് ബി ആണ്. ഇത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. മെസപ്പൊട്ടാമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായത്തെ വിശുദ്ധമായ എഴുത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരവും മെസപ്പൊട്ടാമിയൻ സംസ്കാരത്തിൻ്റെയും ഇവിടെ തന്നിരിക്കുന്നത് തിരഞ്ഞെടുത്ത് ഇതിൽ ഫില്ല് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരം കെയ്റോ നഗരം, പിരമിഡുകൾ, നൈലിൻ്റെ ദാനം. മെസപ്പൊട്ടാമിയൻ സംസ്കാരം നദികൾക്കിടയിലെ പ്രദേശം, ചാന്ദ്ര പഞ്ചാംഗം, ലഗാഷ് നഗരം. അടുത്തത് 3 ബി ആണ്. നമുക്കിവിടെ ക്യൂണിഫോം ലിപിയും ഹൈറോഗ്ലിഫിക്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ലിപികളുടെ ഇവിടെ നമുക്ക് എഴുതേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെങ്കലയുഗ സംസ്കാരങ്ങളിൽ നിലനിന്നിരുന്ന എഴുത്ത് സമ്പ്രദായങ്ങളിലെ ചിത്രങ്ങളാണ്. ഏതൊക്കെ സംസ്കാരങ്ങളുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് എഴുതണം. നിങ്ങൾക്കറിയാം ക്യൂണിഫോം ലിപി എന്ന് പറയുന്നത് മെസപ്പൊട്ടാമിയൻ സംസ്കാരമാണ്, ഹൈറോഗ്ലിഫിക്സ് ഈജിപ്ഷ്യൻ ആണ്. ഈ 2 ലിപികളുടെയും സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ക്യൂണിഫോം ആണെങ്കിൽ ലിപി വികസിപ്പിച്ചത് സുമേരിയക്കാരാണ്. ആപ്പിൻ്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണ്. കളിമൺ ഫലകത്തിൽ ഈറത്തണ്ട് ഉപയോഗിച്ച് എഴുതിയിരുന്നു. ഹൈറോഗ്ലിഫിക്സ് ആണെങ്കിൽ വിശുദ്ധമായ എഴുത്ത് എന്നറിയപ്പെടുന്നു. ചിഹ്നരൂപവും അക്ഷരരൂപവും ചേർന്ന ലിപി. വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതുന്നു എന്നുള്ളതാണ് ആൻസർ വരിക. നെക്സ്റ്റ് വരുന്നത് 4ാമത്തെ, ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖാംശ രേഖകൾ. അതിൽ നമുക്ക് താഴെ പറയുന്നവയിൽ ഭൂമധ്യരേഖയുടെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് ഏത് എന്നാണ്. ഉൾപ്പെടാത്തതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ വരുന്നത് ഡി ആണ്. ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നുള്ളത് ഇതിൽ വരാത്തതാണ്. അടുത്തത് ബി, ഗ്ലോബിൻ്റെ മാതൃക വരച്ച് തന്നിരിക്കുന്ന അക്ഷാംശ രേഖകളെ കൃത്യതയോടെ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് അക്ഷാംശ രേഖകളുടെ സ്ഥാനം ഗ്ലോബിൻ്റെ മാതൃകയിൽ കൃത്യമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം. 66 ഡിഗ്രി, 23 ഡിഗ്രി വടക്ക്, തെക്ക്, അന്റാർട്ടിക്, ആർട്ടിക്കും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യാതെ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് നെക്സ്റ്റ് വരുന്നത് 5, ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹ്യ രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം. രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ആൻസർ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന രാഷ്ട്രമാണ് എ. സി, രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യവുമായി നിർവചിക്കപ്പെട്ടതുമായ ഭൂപ്രദേശം അനിവാര്യമാണ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത്, അപ്പോൾ ഇതിൽ 2 എണ്ണമാണ് ശരിയായവ വരുന്നത്. ബി, രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന ചർച്ചയിൽ അവതരിപ്പിക്കുന്നതിനാവശ്യമായ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം
ഗവൺമെൻറ് ഉറപ്പുവരുത്തുന്നുള്ള ഒരു പോയിന്റാണ്. ബാക്കി 3 പോയിന്റുകൾ നമ്മൾ എഴുതണം. ആദ്യത്തെ പോയിന്റ്, രാഷ്ട്രത്തിലെ വിഭവങ്ങളെയും ജനങ്ങളെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ ഗവൺമെൻറ് എന്ന സംവിധാനം അനിവാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ്, രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഗവൺമെൻറ്റാണ്. 3, ക്രമസമാധാനം, നിയമവാഴ്ച, പ്രതിരോധം, വിദേശ ബന്ധങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ളം തുടങ്ങിയവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 6ാമത്തെ ചോദ്യത്തിൽ 6A 6B എന്ന് പറഞ്ഞ 2 എണ്ണം ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതിയാകും. 6A വരുന്നത് പുരാതന ഇന്ത്യയിൽ രൂപം കൊണ്ട 2 ദർശനങ്ങളാണ്, ബുദ്ധമതവും ജൈനമതവും. അതിലെ ക്വസ്റ്റ്യൻ, ജൈനമത ആശയപ്രകാരം ത്രിരത്നങ്ങളിൽ ഉൾപ്പെട്ടത് ഏത് എന്നാണ് ചോദ്യം. ത്രിരത്നാസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഓപ്ഷൻ ബി ആണ് ശരിയായത്. അടുത്തത് ബി, ജൈനമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും ആശയങ്ങളുടെ 2 സവിശേഷതകൾ വീതം ഉൾപ്പെടുത്തി പട്ടിക പൂർത്തീകരിക്കുക. ജൈനമതവും ബുദ്ധമതവുമാണ്. ജൈനമതം എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്, ബുദ്ധമതം ഹിംസിക്കാതിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കാം. ആദ്യത്തെ, ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്, അഹിംസയാണ്. കളവ് പറയരുത്, മോഷ്ടിക്കരുത്. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവ അനുഷ്ഠിക്കുക. ഇത് 3ഉം ജൈനമതത്തിൻ്റെതാണ്. ബുദ്ധമതം എന്ന് പറയുമ്പോൾ കളവ് പറയാതിരിക്കുക, സത്യസന്ധത പുലർത്തുക, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കരുത്. ഇതെല്ലാം ആൻസേഴ്സ് ആണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത്, ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 മഹാജനപദങ്ങളിൽ പ്രബല ശക്തിയായി മാറിയത് മഗധയാണ്. എ ക്വസ്റ്റ്യൻ, മഗധയുടെ വളർച്ചയ്ക്ക് സഹായകരമായ ഘടകങ്ങൾ ഏതെല്ലാം? കുറിപ്പ് തയ്യാറാക്കുക. ബി ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ മഗധയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തി എഴുതുക. ഇതിൻ്റെ എ ക്വസ്റ്റ്യൻ നോക്കാം. മഗധയുടെ വളർച്ചയ്ക്ക് സഹായകരമായ ഘടകങ്ങൾ ഏതെല്ലാം? ശക്തരായ ഭരണാധികാരികളും ശക്തമായ സൈന്യവും, ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂയിഷ്ഠിത, കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തും ഉണ്ടായ പുരോഗതി, ഇരുമ്പയിരിൻ്റെ സാന്നിധ്യം. ഇത്രയും ഉള്ളത് കൊണ്ടാണ് മഗധ ഒരു പ്രബല ശക്തിയായി മാറിയത്. ഓക്കെ, ഇനി നമുക്കിതിൽ അവർ തന്നിരിക്കുന്ന ബി ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ മഗധയുമായി ബന്ധപ്പെട്ടതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂയിഷ്ഠിത മഗധയുടെ വളർച്ചയെ സഹായിച്ചു. മഗധയുടെ ആദ്യകാല തലസ്ഥാനം പാടലിപുത്ര. ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയോടൊപ്പം സമീപ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് മൗര്യ രാജ്യം സ്ഥാപിച്ചു. മഗധയുടെ ഭരണാധികാരിയായിരുന്നു ധനനന്ദൻ. അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റായത് എന്നാണ് ചോദ്യം. ബി ആണ് തെറ്റായത്. മഗധയുടെ ആദ്യകാല തലസ്ഥാനം പാടലിപുത്ര അല്ല. ഓക്കെ, ഇത് തെറ്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. അപ്പം നമുക്ക് 6 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. 6ഉം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആവശ്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വെക്കേഷനും അതുപോലെ സ്കൂൾ റീഓപ്പൺ ചെയ്തിട്ട് പോകേണ്ടത് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ തന്നെ ആയിരിക്കും. ആവശ്യമുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിലും നമ്മൾ ബാക്കി സബ്ജക്ട്സിൻ്റെ എല്ലാം ഈ ഓണം എക്സാമിന് കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.